അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് വർദ്ധിച്ചു വരികയാണ്. ഈ സമയത്ത് സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ ജോലി എന്ത് എന്നതാണ് നാം ചർച്ച ചെയ്യുന്നത്. അവർക്ക് മാനസികപരമായും ശാരീരികപരമായും കുടുംബപരമായും യോജിക്കുന്നതും സുരക്ഷിതവുമായ ജോലി ഏത്? അതാണ് ഇന്നത്തെ ചർച്ച. ഒറ്റ വാക്കിൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റും. സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതായ ജോലി ടീച്ചിങ് മേഖലയാണ്. എന്തുകൊണ്ട് എന്നതായിരിക്കും പിന്നീട് തിരിച്ചൊരു ചോദ്യം വരാനുള്ളത്. അതിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. വ്യക്തമായി കേട്ടാലും ഏത് സ്ത്രീയും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകൾ ഉയർന്നു വരട്ടെ, പഠിക്കട്ടെ, നല്ലത് തന്നെയാണ്. നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പല സ്ത്രീകളും ഇന്ന് പ്രൊഫഷണൽ ജോലികളിലേക്കാണ് തിരിയുന്നത്. അഡ്വക്കേറ്റുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അതേപോലെ IT മേഖലയിൽ മികച്ചു നിൽക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെയാണ് IS IPS പോലത്തെ മേഖലയിലും നിരവധി സ്ത്രീകൾ വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഇത്തരം മേഖലകളിലൊക്കെ സ്ത്രീകൾ ഉയർന്നു വരുന്നുണ്ട് എങ്കിലും അവർ അത്തരം ജോലികളിൽ ഏർപ്പെടുമ്പോൾ കുടുംബപരമായും അവരുടെ മാനസികപരമായും സംതൃപ്തരാണോ എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. തീർച്ചയായും പല മേഖലകളിലും സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോൾ അവർ സുരക്ഷിതരല്ല, സംതൃപ്തർ അല്ല. മാത്രവുമല്ല, പല നിലക്കുള്ള വിഷമങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്. മാനസികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ശാരീരികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളും പല ജോലികളിലും അവർക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ടീച്ചിങ് മേഖലയിലാകുമ്പോൾ, സ്കൂളിലാകട്ടെ അതല്ലെങ്കിൽ കോളേജുകളിലാകട്ടെ, ഏറ്റവും താഴെക്കിടയിലുള്ള നഴ്സറികളിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, അവർ പലപ്പോഴും സംതൃപ്തരാണ്, സുരക്ഷിതരാണ്. ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ അവർക്ക് അവിടെ പ്രശ്നങ്ങളില്ല. മറിച്ച് സംതൃപ്തിയാണ് ഇത്തരം മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ നമ്മൾ കണ്ടുവരുന്നത് മറ്റിടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് കാരണം? ടീച്ചിങ് ആകുമ്പോൾ കൃത്യമായ സമയം അതിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മർമ്മപ്രധാനമായി. മിക്ക വിദ്യാലയങ്ങളും രാവിലെ 9 മണിക്കാണ് തുടങ്ങുന്നത്, അതല്ലെങ്കിൽ 10 മണിക്കാണ് തുടങ്ങുന്നത്. 9 മണിക്ക് തുടങ്ങുന്ന വിദ്യാലയങ്ങൾ 3 മണിക്ക് അവസാനിക്കുന്നു. 10 മണിക്ക് തുടങ്ങുന്ന വിദ്യാലയങ്ങൾ 4 മണിക്ക് അവസാനിക്കുന്നു. ആഴ്ചയിൽ 5 ദിവസങ്ങളാണല്ലോ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത്, 2 ദിവസം അവധിയാണ്. ഇതിനു പുറമെ വാർഷിക അവധികൾ വേറെ, ഇടക്കാലത്തുള്ള അവധികൾ വേറെ, മറ്റു സമരങ്ങൾ, പ്രളയം പോലത്തെ പ്രകൃതി ദുരന്തങ്ങളോ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവധികൾ, ഇങ്ങനെ നിരവധി അവധികൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് അവർക്ക് വലിയ സംതൃപ്തിയേകുന്നു. ആ സമയത്ത് അവർക്ക് അവിടെ കുടുംബത്തെ ശ്രദ്ധിക്കാനും മക്കളെ പരിപാലിക്കാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം സമയങ്ങൾ ലഭിക്കുന്നു. കൃത്യസമയം അവിടെ ഉണ്ട്. എന്നാൽ മറ്റു ഒഫീഷ്യൽ ജോലികളിലാകുമ്പോൾ, IT മേഖലയിലാകട്ടെ, മെഡിക്കൽ മേഖലയിലാകട്ടെ, അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും മേഖലയിൽ ആകുമ്പോൾ, സർക്കാർ ഡിപ്പാർട്ട്മെന്റിലാകട്ടെ, ഏതിലാകട്ടെ, ഇതേപോലെ ഒഴിവുകളോ സമയങ്ങളോ ലഭിച്ചു കൊള്ളണം എന്നില്ല. അത് ലഭിക്കാത്തത് കൊണ്ട് തന്നെ കുടുംബകാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ, മക്കളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ, അവരെ പരിപാലിക്കാൻ സമയങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഒരു അധ്യാപകരാകുമ്പോൾ അതല്ലെങ്കിൽ അധ്യാപികയാകുമ്പോൾ അവർ മാതൃക ഉള്ളവരായിരിക്കണം. അതുകൊണ്ട് തന്നെ ടീച്ചർമാർ, വിദ്യാലയങ്ങളിലേക്ക് വരുന്ന അധ്യാപകന്മാർ മാന്യമായ വസ്ത്രം ധരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ രൂപത്തിലുള്ള ഡ്രസ്സിങ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇത്തരം ടീച്ചർമാരിലും മാഷമാരിലും ഒക്കെ
ചില ആളുകൾ മാന്യമായ ഡ്രസ്സ് ധരിക്കാതെ വരുന്നവരുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പൊതുവെ നല്ല ഡ്രസ്സിങ്ങിലാണ്, അഥവാ അവിടെ ശരീരത്തിന്റെ ആ മുടിപ്പും കാര്യങ്ങളും ഒക്കെ എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സിങ്ങുമായി അധ്യാപികന്മാർ വിദ്യാലയങ്ങളിലേക്ക് വരുന്നില്ല എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം കുട്ടികൾക്ക് മുന്നിൽ അവർ ഒരു നിലക്കും മോശമുള്ളവരായി മാറാൻ പാടില്ല. അങ്ങനെ മോശമുള്ളവരായി മാറിയാൽ അവർക്ക് അധ്യാപന മേഖലയിൽ മികച്ച സേവനം ചെയ്യാനും സാധ്യം അല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ടെക്നോ പാർക്കുകളിലും ഇങ്ങനത്തെ പല പല മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും മാന്യമായ ഡ്രസ്സ് ധരിച്ചു കൊണ്ടല്ല വരുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നല്ല ഡ്രസ്സിങ് അവർക്ക് സാധിക്കുന്നു. ആ നല്ല ഡ്രസ്സിങ് ധരിക്കുന്നത് കൊണ്ട് തന്നെ അവർ വിദ്യാലയങ്ങളിലേക്ക് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് അവരുടെ പൊതുജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അഥവാ ജീവിതത്തിൽ ഒരു അച്ചടക്കം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം അവരുടെ വ്യക്തി ജീവിതവും സംശുദ്ധമാകുന്നു, നല്ലതാകുന്നു. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും നല്ല ജോലി ടീച്ചിങ് മേഖലയാണ് എന്നുള്ളതാണ്. മാന്യമായ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കുന്നു. പൊതുവെ അധ്യാപകർക്ക് പൊതുസമൂഹത്തിൽ സ്ഥാനങ്ങളുണ്ട്, മഹത്വങ്ങളുണ്ട്, ബഹുമാനങ്ങളുണ്ട്, ആദരവുകളുണ്ട്. എന്റെ ടീച്ചറാണ്, എന്നെ പഠിപ്പിച്ച അധ്യാപകനാണെന്ന് പറയുമ്പോൾ ആ പറച്ചിൽ എന്താണ്? അധ്യാപകനോടുള്ള ബഹുമാനമാണ്, ആദരവാണ് കാണിക്കുന്നത്. മാത്രവുമല്ല നല്ല ഒരു പ്രൊഫഷണൽ ജോലിയും കൂടിയാണ് ഈ അധ്യാപനം എന്നുള്ളത്. മറ്റുള്ള ഏത് മേഖലയിൽ ജോലി ചെയ്താലും കിട്ടാത്ത ബഹുമാന ആദരവുകളും മനസംതൃപ്തിയും ഒരു അധ്യാപക ജോലിക്കുണ്ട്. ലോകത്തിന്റെ ഏത് മേഖലയിൽ ചെന്നാൽ ഒരു അധ്യാപകനാണെങ്കിൽ അവന്റെ ശിഷ്യന്മാരുണ്ടായിരിക്കും, ആ ടീച്ചറുടെ ശിഷ്യന്മാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ശിഷ്യന്റെ കുടുംബക്കാരുണ്ടായിരിക്കും, ബന്ധുമിത്രാദികളും. എന്റെ ശിഷ്യനാണ് എന്ന് പറയുമ്പോൾ ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അധ്യാപികൾക്ക് എപ്പോഴും എന്താണ്? ഒരു അഭിമാനമാണ്, ഒരു സന്തോഷമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മാത്രവുമല്ല സുരക്ഷിതമായ ജോലിയും കൂടിയാണ് ഈ അധ്യാപനം എന്നുള്ളത്. മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. മറ്റുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പലതായ മേൽഘടകങ്ങളിൽ നിന്നുള്ള, മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഏൽക്കേണ്ടി വരും. പലപ്പോഴും പല സമ്മർദ്ദങ്ങൾക്കും സ്ത്രീകൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ പല സ്ത്രീകൾക്കും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അധ്യാപന മേഖലയിലാകുമ്പോൾ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പൊതുവെ സമ്മർദ്ദങ്ങൾ വളരെ കുറവായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്തേ കാരണം? അവർക്ക് പഠിപ്പിക്കാനുള്ള ചില പോർഷനുകളുണ്ട്, ചില അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങൾ അവർ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതവർ നല്ല നിലക്ക് നിർവഹിക്കുന്നുണ്ട്. ആ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു മാനസിക സംതൃപ്തിയും ഉണ്ടാകുന്നു, ബഹുമാനവും ലഭിക്കുന്നു. അതോടൊപ്പം കുട്ടികളെ പരിപാലിക്കുമ്പോൾ പലതായ പ്രശ്നങ്ങളും ചിലപ്പോൾ ഇടപെടേണ്ടി വരും. ആ കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുമ്പോഴുണ്ടാകുന്ന മാനസിക സംതൃപ്തി അത് മറ്റൊന്നാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല ജോലി എന്താണ്? ടീച്ചിങ് ആണ്. വിശേഷിച്ചും സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ ജോലി ടീച്ചിങ് മേഖലയാണ്. അവർക്ക് മാനസികപരമായും ശാരീരികപരമായും എല്ലാ നിലക്കും കുടുംബപരമായും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ജോലി ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളെ, ജോലിക്ക് പോകുന്ന സ്ത്രീകളെ, നിങ്ങൾ ഏറ്റവും നല്ല ജോലിയായ ടീച്ചിങ് മേഖല തിരഞ്ഞെടുക്കുക. അതിൽ മികക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.